ഇതേപോലെ നിങ്ങൾക്ക് രാത്രി ഒന്നും തന്നെയും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഭഗവാനോട് പറയണമെന്ന് അത്രമേൽ ആഗ്രഹം ഉണ്ട് വെച്ചാൽ ഇത്തരത്തിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഒരു രൂപരേഖ ഞാൻ നൽകാം. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 87. ഒരാൾ എന്തിനോടാണോ കൂടുതൽ രോഷാകുലനാകുന്നത് അതാണ് അയാളുടെ ദൗർബല്യമെന്ന് ഓർത്തുകൊള്ളുക. ഹരേ കൃഷ്ണ. നമസ്കാരം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായി. എല്ലാ ഭക്തജനങ്ങളും ആ ഒരു വിഷയത്തെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു വിഷയത്തിന്റെ ബാക്കി പത്രം എന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഉറക്കത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ആ അദൃശ്യ ശക്തി ഭഗവാൻ എങ്ങനെയാണ് ഉറക്കത്തിൽ നമുക്ക് നൽകുന്നത്, ഇത്തരത്തിലുള്ള ഉറക്കവും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അതും ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഈ വിഷയത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പഠിച്ച ഗ്രന്ഥം ടെലാസൈക്കിക്സ് എന്ന നാമധേയത്തിലുള്ള ഗ്രന്ഥമാണ്. ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായ ഡോക്ടർ ജോസഫ് മർഫി തന്നെയാണ് ഈ ഗ്രന്ഥവും എഴുതിയിട്ടുള്ളത്. പ്രാർത്ഥനാ വേളകളിൽ നിങ്ങൾ ഭഗവാനോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരങ്ങൾ എങ്ങനെയാണ് ഉറക്കത്തിലൂടെ ലഭിക്കുന്നത് എന്ന് അറിയുവാൻ വീഡിയോ മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പറയണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ. നമ്മളിടുന്ന ഓരോ അറിവുകളും നിങ്ങൾ കാണുന്നത് പോലെ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുവാനാണ് ലൈക്ക് ചെയ്യുവാൻ പറയുന്നത്. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ എല്ലാ ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ? അത്തരത്തിൽ സാധാരണയായി നാം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇവയെല്ലാം. ഭഗവാനെ, ഞാൻ ആ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുകയാണ്, എന്നാണ് അത് ലഭിക്കുക? എന്തെല്ലാം കാര്യങ്ങളാണ് അത് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ, കണ്ണാ, അടുത്ത ആഴ്ച എനിക്ക് ഏറ്റവും പാടുള്ള വിഷയമാണ് പരീക്ഷയിൽ വരുന്നത്. ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എൻ്റെ മനസ്സിൽ ഉണ്ടാവണേ ഭഗവാനെ എന്നൊക്കെയാവും കുട്ടികൾ പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും കളഞ്ഞു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ മറന്നു വെക്കുകയാണെങ്കിലോ സ്വാഭാവികമായും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ വേളയിൽ കണ്ണനോട് ചോദിക്കും, ഭഗവാനെ, എവിടെയാണ് ഞാനത് വെച്ചത്? മറന്നിരിക്കുകയാണല്ലോ. കാണാതെ പോയ ആ മാല അല്ലെങ്കിൽ വള എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു നൽകണേ കണ്ണ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. സങ്കടപ്പെട്ടും ദുഃഖിച്ചുമൊക്കെയാവും നമ്മൾ ആ വേളയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ നമുക്ക് ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം. നമ്മൾ എപ്പോഴും സാധാരണ പ്രാർത്ഥിക്കാറുള്ള ആ സമയത്ത് പോയി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്ന ആ സമയത്ത്, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ സമയത്ത് പോയി പ്രാർത്ഥിക്കുന്നു. ഒക്കെ നല്ലത് തന്നെയാണ്, മനസ്സിനൊരു ആശ്വാസം ലഭിക്കും. ഭഗവാൻ എത്രയും പെട്ടെന്ന് തന്നെ അത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവും നമുക്കുണ്ടാകും. എന്നാൽ ശാസ്ത്രീയപരമായി ഞങ്ങളുടെ എല്ലാ ഭക്തജനങ്ങളും ഈ ഒരു രഹസ്യം മനസ്സിലാക്കി വെക്കുക. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ? അത് നമ്മൾ ഉറങ്ങുന്ന വേളയിലാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഒരിക്കലും ഉറങ്ങുന്നില്ല. നിദ്രാവേളയ്ക്ക് തൊട്ടു മുമ്പ് ഏകദേശം 1 മണിക്കൂർ മുമ്പെങ്കിലും നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നമ്മുടെ ഉറക്കത്തെ സ്വാധീനിക്കുവാനുള്ള ശേഷിയുണ്ട്. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ, ഉറക്കത്തിൽ ലഭിക്കുന്ന ലക്ഷണങ്ങൾ, സൂചനകൾ, ഉത്തരങ്ങളെല്ലാം ചിലപ്പോൾ ആ ചെയ്ത പ്രവൃത്തികളുടെ തൽഫലമായിട്ടായിരിക്കും സംഭവിക്കുക. അത് നല്ലതെന്നോ ചീത്തയെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളെ വളരെയേറെ സ്വാധീനിക്കുന്നു. ഈ ഒരു കാര്യം തീർത്തും ശാസ്ത്രീയപരമായി തെളിയിച്ചിട്ടുള്ളതാണ്. ഉറക്കവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച ടെലാസൈക്കിക്സ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച്
നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയും ഉറക്കത്തിനു മുമ്പ് സർവേശ്വരനോട് നാം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നൊക്കെ ആ ഒരു ഗ്രന്ഥത്തിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര പേർക്ക്, എത്ര ഭക്തജനങ്ങൾക്ക് അറിയാമായിരുന്നു ഈ ഒരു രഹസ്യം? നമുക്ക് തീർച്ചയായും ഭഗവാൻ നൽകിയ ഈ ഒരു അനുഗ്രഹത്തെ നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കുവാൻ സാധിക്കുന്നതാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായി സന്തോഷത്തോടെ ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഭഗവാനെ, കണ്ണാ, ഞാൻ അത്രമേൽ ആഗ്രഹിക്കുന്ന ആ കാര്യം നേടിയെടുക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതിന് ഉത്തരമരുളിയാലും. ഞാൻ മറന്നുവെച്ച എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ വസ്തു എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ഈ ഉറക്കത്തിൽ നിദ്രാവേളകളിൽ എന്നെ അറിയിച്ചാലും കണ്ണാ. എന്റെ മനസ്സ് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഉറക്കത്തിൽ സ്വപ്ന ദർശനമായി, സൂചനകളായി, ലക്ഷണങ്ങളായി ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരം അങ്ങ് നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു പ്രവൃത്തി ശീലമാക്കുക. നാം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എപ്രകാരമാണോ, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്തിൽ പ്രാർത്ഥിക്കുന്നത് എപ്രകാരമാണോ, അതേപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ഇപ്പോൾ പറഞ്ഞു പോയത് ഞാൻ പ്രാർത്ഥിക്കുന്ന ശൈലിയുടെ ഒരു രൂപം മാത്രമാണ്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഭഗവാനിൽ നിന്നും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്തരത്തിൽ പ്രാർത്ഥിക്കുക. സങ്കടപ്പെടാതെ സന്തോഷത്തോടു കൂടി ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ വേളകളിൽ ഭഗവാനുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുക. അത്രമാത്രം മതി. തീർച്ചയായും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക്, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതേപോലെ നിങ്ങൾക്ക് രാത്രി ഒന്നും തന്നെയും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഭഗവാനോട് പറയണമെന്ന് അത്രമേൽ ആഗ്രഹം ഉണ്ട് വെച്ചാൽ ഇത്തരത്തിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഒരു രൂപരേഖ ഞാൻ നൽകാം. ഓരോ രാത്രിയിലും കിടക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രാർത്ഥന ഈ പ്രകാരമായിരിക്കും. ഞാൻ പോകുന്നിടത്തൊക്കെയും എനിക്ക് മുൻപായി ഭഗവാന്റെ സ്നേഹം കടന്നു പോകുകയും എൻ്റെ വഴികളെ ആനന്ദമയവും സന്തോഷകരവും മഹത്വമുള്ളതുമാക്കുകയും ചെയ്യുന്നു. എൻ്റെ കണ്ണാ, നീ എല്ലാ സ്നേഹത്തിൻ്റെയും അവസാന വാക്കാകുന്നു. നിന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മഹത്വമുള്ളതും സ്നേഹമുള്ളതും സന്തോഷകരമാവുകയും ചെയ്യുന്നു. ഭഗവാന്റെ അദൃശ്യമായ ആ സ്നേഹത്തിൻ്റെ വിശുദ്ധ വലയം എന്നെ ചുറ്റുന്നു. ഞാൻ വിശ്വസിക്കുന്ന ആ ശക്തി, എൻ്റെ കണ്ണൻ, സദാസമയവും എന്നെ കാത്തു പരിപാലിക്കുകയും ചെയ്യുന്നു. ഞാൻ അത്രമേൽ ഭാഗ്യവതിയാണ്, അല്ലെങ്കിൽ ഭാഗ്യം നിറഞ്ഞവനാണ്. എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ ഒന്നും ലഭിച്ചില്ല എങ്കിൽ പോലും, ഒരാശയവും മനസ്സിൽ വരുന്നില്ല എങ്കിൽ പോലും, രാവിലെയെന്നോ രാത്രിയെന്നോ വൈകിട്ടെന്നോ വ്യത്യാസമില്ലാതെ ഇത്തരത്തിലും നിങ്ങൾക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും പല കാര്യങ്ങളും, നമ്മുടെ ചോദ്യങ്ങൾ ഉൾപ്പെടെ എല്ലാം അവിടുന്ന് കടന്നു വരും. നമ്മുടെ മനസ്സിലൂടെ ഊറിയിറങ്ങുക തന്നെ ചെയ്യും. ചില ഭക്തജനങ്ങൾക്ക് രാത്രിയിലെ പ്രാർത്ഥനാ വേളകളിൽ ഒരു സ്റ്റാർട്ടിംഗ് അല്ലെങ്കിൽ ഒരു തുടക്കം ലഭിക്കുന്നില്ല എന്ന് വളരെയേറെ സങ്കടത്തോടെ പരിഭവം പറയാറുണ്ട്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇതേപോലെ മഹത്വവൽക്കരിക്കുക. നമ്മുടെ ശരീരത്തെ, നമ്മുടെ കുടുംബത്തെ, ഭഗവാനെ, ഭഗവാന്റെ എല്ലാ പ്രത്യേകതകളെയും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന രീതിയിൽ മഹത്വവൽക്കരിക്കുക. അനുഗ്രഹം തന്നതിന് നന്ദി പറയുക. അപ്പോൾ നമ്മൾ പല വീഡിയോകളിലും ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നാം മറന്നുപോയ പല കാര്യങ്ങളും താനെ വന്നു ചേർന്നുകൊള്ളും. തീർച്ചയായും ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക തന്നെ ചെയ്യുക. എല്ലാ ദിവസവും മുടങ്ങാതെ രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഭഗവാനുമായി നല്ലൊരു സംഭാഷണത്തിൽ ഏർപ്പെടുക. ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി രാത്രി കിടക്കുന്നതിന് മുമ്പ് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. അത് ഒരു സൂചനയായി, ലക്ഷണങ്ങളായി, സ്വപ്ന ദർശനമായി നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ അവസാനമായിട്ട് പറയുവാനുള്ളത്, ഒരുപാട് ദിവസങ്ങളായി വീഡിയോകൾ ചെയ്തിട്ട്, ഏകദേശം 2 ആഴ്ചയോളമായി
ജോലിയുടെ തിരക്ക് മൂലവും അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കേണ്ടതിൻ്റെയും അല്ലെങ്കിൽ പഠിച്ചാൽ മാത്രമാണല്ലോ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെയൊക്കെ തിരക്ക് മൂലമാണ് വീഡിയോകൾ ചെയ്യാതിരുന്നത്. ഇനി എല്ലാ ദിവസവും മുടങ്ങാതെ ഓരോ അറിവുകളും ക്ഷേത്ര സംബന്ധമായിക്കൊള്ളട്ടെ, ഇതേപോലെയുള്ള പ്രാർത്ഥനാ സംബന്ധമായിക്കൊള്ളട്ടെ, എന്ത് തന്നെയായാലും മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ. എത്ര പേര് മിസ് ചെയ്തു എന്നറിയില്ല നമ്മളിടുന്ന ഓരോ വീഡിയോകളെയും. എനിക്കറിയാം എല്ലാ ദിവസവും ഇതേപോലെയുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ദിവസം ഗ്യാപ്പ് എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വീഡിയോകളൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഒരു നഷ്ടബോധം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായി കാണുമെന്നറിയാം. ഭഗവാന്റെ നാമത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോകൾ ചെയ്യാത്തത് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഒട്ടേറെ ഭക്തജനങ്ങൾ നമ്മുടെ ഡിവോട്ടി സ്റ്റോറിന്റെ കസ്റ്റമർ കെയറിലേക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തിരുന്നു. ആ സ്നേഹത്തിന്, എല്ലാവരുടെയും സ്നേഹത്തിന് വളരെയേറെ നന്ദി. ഇനി കഴിവതും മുടങ്ങാതെ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും അത് വെറുതെ കേട്ടു പോകാതെ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കുക. കുറച്ചു നാളെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കുക. എന്നിരുന്നാൽ മാത്രമേ ഈ പറയുന്നതിന്റെ യാഥാസ്ഥികത അല്ലെങ്കിൽ വാസ്തവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായും ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മടിക്കരുത്. ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടാച്ചാൽ അതും എഴുതിക്കൊള്ളുക. തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ലക്ഷ്മി എന്ന നാമധേയത്തിലുള്ള ഒരു ആൻറ്റിയാണ്. ആൻറ്റിയും കുടുംബവുമാണ് വീഡിയോ സ്പോൺസർ ചെയ്തത്. ഏകദേശം 2 ആഴ്ച മുമ്പ് പറഞ്ഞ കാര്യമാണ് വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ ഇന്നാണ് അതിന് ചെയ്യുവാനുള്ള സമയം ലഭിച്ചത്. ആ കാര്യം മുന്നേ അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, എപ്പോഴാച്ചാൽ സമയം കിട്ടുമ്പോൾ ചെയ്തുകൊള്ളൂ എന്നാണ് ലക്ഷ്മി ആൻറ്റിയും കുടുംബവും പറഞ്ഞത്. എന്താഗ്രഹം പ്രതിയാണോ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ആൻറ്റിയും കുടുംബവും ഏറ്റിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നാളെ തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളും ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, ആകലാം. നന്ദി, നമസ്കാരം.